അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിനുവേണ്ടി ആദ്യം ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ച് നന്നായിട്ട് കുറുകി വരണം. ഇനി ഇത് അരിച്ച് തണുത്തതിന് ശേഷമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അരിയിലേക്ക് കുതിർത്ത് വെച്ച അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് അരച്ചെടുക്കണം. ആദ്യം ഇച്ചിരി വെള്ളമൊഴിച്ച് ചെറുതായി ഒന്ന് അരയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി, തണുത്ത ശർക്കര പാനിയാണ്, അതൊഴിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ച് അരച്ചെടുക്കുക. ഏകദേശം 250 ml ശർക്കര പാനിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത്. ഇനി 2 ചെറിയ പാളയംകോടൻ പഴം കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ഞാനിവിടെ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ അരി കുതിർന്ന് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കേണ്ടവർ കുറച്ച് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടാലും മതി. എന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഒരു ചെറിയ തരിയുള്ള രീതിയിൽ, നല്ല ഫൈനായിട്ട് അരയണ്ട. ഇനി ഒരു നുള്ളു ജീരകം ചേർക്കാം. ഒരു പിഞ്ച് സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കണം. അത് നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പാണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം മാവിലേക്ക് ചേർക്കാൻ. പിന്നെ അരച്ച മാവ് 3 മുതൽ 4 മണിക്കൂർ വരെ മാറ്റി വെച്ചതിന് ശേഷം വേണം ഉണ്ണിയപ്പം വറുത്തെടുക്കാൻ. ഇത് നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇത് കുഴിയിൽ നിന്നിങ്ങനെ പൊങ്ങി വരും. അന്നേരം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം.